എല്ലാവർക്കും നമസ്കാരം. 12 രാശികളായി വരുന്ന 27 നക്ഷത്രക്കാരിൽ ഇന്ന് സൂക്ഷ്മമായി നിരീക്ഷണത്തിന് വിധേയമാക്കുന്ന നക്ഷത്രം കാർത്തിക നക്ഷത്രം. ജ്യോതിഷശാസ്ത്രം, അതായത് ഞങ്ങൾക്ക് ഈ വിഷയത്തിലുള്ള ആധികാരികതയെക്കുറിച്ചിട്ടൊന്ന് ചുരുക്കി പറഞ്ഞാൽ, ഏകദേശം 80 വർഷത്തിലധികമായി ഈ ജ്യോതിഷശാസ്ത്രത്തെയും അതിൻ്റെ ആ സൂക്ഷ്മമായ പ്രവചനങ്ങളെയും ഞങ്ങൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയിട്ട്, അതായത് അന്ന് മുതൽ ഇന്ന് വരെ ഇങ്ങനെ തുടർച്ചയായി കൈകാര്യം ചെയ്തു പോരുന്നവരാണ് ഞങ്ങൾ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് ഇന്നിപ്പോൾ ഇവിടെ ഈ ലൈഫ് ടൈം ജാതക വിശകലനത്തിൻ്റെ ഭാഗമായിട്ട് എടുക്കുന്ന 3ാമത്തെ നക്ഷത്രമാണ് ഈ പറഞ്ഞ കാർത്തിക നക്ഷത്രം. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ പ്രായം ഇപ്പോൾ എത്രയാണോ അത് മുതൽ അങ്ങോട്ടുള്ള ഫലങ്ങൾ അറിയാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ഭാഗം മുതൽ അങ്ങോട്ട് നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മതിയാകും. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഒരിക്കലും വിട്ടുപോകരുത്. നിങ്ങളുടെ ഭൂതകാലത്തിൻ്റെ, അതായത് കഴിഞ്ഞു പോയ കാലത്തിൽ നിങ്ങൾ ചെയ്ത ഗുണദോഷങ്ങളുടെ പ്രതിഫലനമാണ് നിങ്ങൾക്കിനി അങ്ങോട്ട് നിങ്ങളുടെ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന സംഭവവികാസങ്ങളിൽ ഏറ്റവും മുഖ്യ പങ്ക് വഹിക്കുന്നത്. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ നമുക്ക് അതുകൂടി പറയാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. മാത്രവുമല്ല, വളരെ നാളുകളായിട്ട് നമ്മുടെ പ്രേക്ഷകർ എപ്പോഴും ചോദിക്കാറുണ്ട്, അതായത് ഈ ഓരോ നക്ഷത്രത്തിൻ്റെയും ആ ഒരു സമ്പൂർണ്ണ ഫലം എന്തുകൊണ്ടാണ് പറയാത്തത് എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി ആളുകൾ ഇവിടെ മെസ്സേജ് അയച്ചിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനൊരു സമ്പൂർണ്ണ ഫലപ്രവചനം എടുക്കാമെന്ന് വെച്ചത്. പ്രത്യേകം നോട്ട് ചെയ്യുക, ഇവിടെ ഈ സമ്പൂർണ്ണ ഫലം എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് വലിച്ചു വാരി പറയുന്നില്ല. അങ്ങനെ പറയാനാണെങ്കിൽ ഒരു ദിവസം നമ്മൾ ഒരു നക്ഷത്രത്തിന് വേണ്ടിയിട്ട് ഫലം പറയാൻ നീക്കി വെക്കേണ്ടി വരും. പകരം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അഭിമുഖീകരിക്കാൻ പോകുന്ന നിർണായകമായിട്ടുള്ള ഘട്ടങ്ങൾ ഏതൊക്കെയാണോ ആ ഘട്ടങ്ങളെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ ആ പോയിൻറ്റ്സിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയാൻ പോകുന്നത്. അതുപ്രകാരം നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രായം എത്രയാണോ അത് മുതൽ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കൃത്യമായി ഇവിടെ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. ഒരു പക്ഷേ നിങ്ങളുടെ സഹോദരങ്ങളുടെ അല്ലെങ്കിൽ മക്കളുടെ, ഇനിയിപ്പോൾ അതും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആരുടെയെങ്കിലും പ്രായം വെച്ചുകൊണ്ടും നിങ്ങൾക്ക് ഈ ഫലപ്രവചനങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാൻ സാധിക്കും. ഇതിനു വേണ്ടി ഇപ്പോൾ നിങ്ങളിവിടെ ഈ കാണുന്ന ടേബിളിൽ നിന്നും നിങ്ങൾക്കറിയേണ്ട വ്യക്തിയുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം വയസ്സോ ഇതിൽ നിന്നും നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓൾറെഡി നിങ്ങൾ ഇതിൽ നിന്നും ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഞാനിവിടെ പറയുന്നത് ആയുഷ്കാല ഫലമായതുകൊണ്ട് തന്നെ ആദ്യ അവസാനം വരെയുള്ള ഫലങ്ങൾ ഞാൻ പറയും. അത് കേൾക്കുമ്പോൾ നിങ്ങളുടെ കഴിഞ്ഞു പോയ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നത് കൃത്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ 100% ഉറപ്പിക്കാം, വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മാസങ്ങളിൽ ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി പ്രവചിക്കാൻ പോകുന്ന നിങ്ങളുടെ ഭാവി ഫലങ്ങളും അത് കൃത്യമായിരിക്കും. ഇനി നിങ്ങളുടെ ഓരോ വയസ്സ് തിരിച്ചുള്ള ഫലപ്രവചനങ്ങളിലേക്ക് കടന്നു പോകുന്നതിന് മുൻപ് നിങ്ങൾക്ക് ജന്മനാ കൈവന്നിരിക്കുന്ന, അതായത് ഇതൊരു ഉപമയായി പറഞ്ഞാൽ കർണന് കവചകുണ്ടലങ്ങൾ സൂര്യഭഗവാൻ ജന്മനാ നൽകിയിരിക്കുന്നത് പോലെ നിങ്ങൾ ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് സർവശക്തനായ ഈശ്വരൻ ജന്മനാ നൽകിയിരിക്കുന്ന ചില പ്രത്യേകതകൾ, അതിനെക്കുറിച്ചൊന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഫലപ്രവചനങ്ങളിലേക്ക് കടന്നു പോകാം. 27 നക്ഷത്രങ്ങളിൽ വെച്ച് 3ാമത്തെ നക്ഷത്രവും അതുപോലെ തന്നെ നവഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ ഭരിക്കുന്ന, അല്ലെങ്കിൽ സൂര്യൻ നക്ഷത്രനാഥനായിട്ടുള്ളൊരു നക്ഷത്രമാണ് ഈ പറഞ്ഞ കാർത്തിക നക്ഷത്രം. മാത്രവുമല്ല, വിശ്വാസമനുസരിച്ച് അഗ്നി ഭഗവാനാണ് ഈ നക്ഷത്രത്തിൻ്റെ അധിപൻ. അതുകൊണ്ട് തന്നെ സ്വർണം ഉരുക്കി തനി തങ്കമായി ശുദ്ധിയാക്കുന്നത് പോലെ നിങ്ങളുടെ സ്വഭാവ ഗുണങ്ങൾ നിങ്ങളറിയാതെ തന്നെ നിർമ്മലീകരിക്കപ്പെടുന്നു. പറയാൻ കാരണം, സൂര്യൻ നക്ഷത്രനാഥനായതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് പ്രതിസന്ധിയിൽ പോയി പെട്ടാലും തളരാതെ സ്വയം പ്രാപ്തരാകാനും സത്യസന്ധമായി കാര്യങ്ങൾ അവിടെ തുറന്നു പറയാനുള്ള ആ ഒരു പ്രത്യേക കഴിവ് പ്രകൃതിദത്തമായി തന്നെ നിങ്ങൾ ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. ഈ നക്ഷത്രത്തിൻ്റെ 1ാം പാദം മേടക്കൂറിലും ബാക്കി 3 പാദങ്ങൾ ഇടവക്കൂറിലുമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ചൊവ്വയുടെയും ശുക്രൻ്റെയും ഗുണങ്ങൾ മാറി മറിഞ്ഞ് പ്രകടമാകുന്ന അഗ്നിയുടെ തൻ്റെ ഇടവും പ്രകൃതിയുടെ ശാന്തതയും ഒരുപോലെ സമ്മേളിച്ച ഒരു അത്ഭുത നക്ഷത്രമാണ് ഈ പറഞ്ഞ കാർത്തിക നക്ഷത്രം. എന്ന് മാത്രവുമല്ല, നിങ്ങൾ പുറമേക്ക് കടുപ്പക്കാരായിട്ടൊക്കെ തോന്നുമെങ്കിലും ഉള്ളിൽ നല്ല ഈർപ്പമുള്ള മനസ്സുള്ളവരാണ്. അതായത് നീതിക്ക് നിരക്കാത്ത കാര്യങ്ങൾ നിങ്ങളുടെ കൺമുൻപിൽ കണ്ടാൽ നിങ്ങൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവരായിരിക്കും. എന്നാൽ കഠിനാധ്വാനം കൊണ്ടും ആത്മവിശ്വാസം കൊണ്ടും സ്വന്തം സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കാൻ ശേഷിയുള്ളവരാണ് ഈ പറഞ്ഞ കാർത്തിക നക്ഷത്രക്കാർ. ഈ പറഞ്ഞതെല്ലാം നിങ്ങളിൽ പൊതുവായിട്ട് കണ്ടുവരുന്ന ചില സ്വഭാവവിശേഷങ്ങളാണ്. ഇനി നമുക്ക് കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ഓരോ പ്രായത്തിലുമുള്ള മാറ്റങ്ങൾ എങ്ങനെയൊക്കെയാണ് പ്രകടമാകുന്നതെന്ന്
നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കാർത്തിക നക്ഷത്രക്കാരുടെ ബാല്യകാലത്തിലേക്ക്, അതായത് 0 മുതൽ 5, 10, 15 വയസ്സ് വരെയുള്ള നിങ്ങളുടെ ആ കാലഘട്ടത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. ഇതിലേറ്റവും വിശേഷമായിട്ടുള്ളത് സൂര്യൻ്റെ മഹാദശയിലാണ് കാർത്തിക നക്ഷത്രക്കാരുടെ ജനനം. അതുകൊണ്ട് തന്നെ ഇവരുടെ കുട്ടിക്കാലം അല്പം കർശനമായ നിയന്ത്രണങ്ങളിലൂടെയോ അല്ലെങ്കിൽ ഈ മാതാപിതാക്കളുടെ അച്ചടക്കത്തോടെയോ ആയിരിക്കും കടന്നു പോകുക. ആരോഗ്യപരമായിട്ട് ചെറിയ ചെറിയ അസ്വസ്ഥതകൾ, പ്രത്യേകിച്ചും ഈ ഉഷ്ണസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ചർമ്മത്തിനുണ്ടാകുന്ന അസ്വസ്ഥതകൾ, ചൊറി അല്ലെങ്കിൽ ഈ കരപ്പൻ പോലുള്ള ബാലപീഡകൾ എന്നിവ തീർച്ചയായിട്ടും ഉണ്ടാകും. അതിനെ തുടർന്ന് അല്പം കൂടി നിങ്ങൾ വലുതായി വരുമ്പോൾ കൂടെ പനി, അതുമായി ബന്ധപ്പെട്ട ഇൻഫെക്ഷനുകൾ ഇത്യാദി ദോഷാരിഷ്ടതകൾ ഈ പ്രായത്തിൽ കാർത്തിക നക്ഷത്രക്കാർക്ക് സർവ്വസാധാരണമാണ്. ഇവിടെ നിങ്ങളുടെ സ്വഭാവത്തിലേക്ക് ഒന്ന് വന്നാൽ, ചെറുപ്പത്തിലെ വലിയ ആത്മവിശ്വാസവും തൻ്റെ ഇടവും കാണിക്കുന്നവരായിരിക്കും നിങ്ങൾ കാർത്തിക നക്ഷത്രക്കാർ. പറയാൻ കാരണം മറ്റുള്ളവരുടെ കീഴിൽ നിൽക്കാൻ നിങ്ങൾക്ക് മടിയായിരിക്കും. അതുപോലെ തന്നെ പഠനകാര്യങ്ങളിൽ ഇവർ അതീവ ശ്രദ്ധ പുലർത്തും. അധ്യാപകരുടെയും മുതിർന്നവരുടെയും ബഹുമാനം പിടിച്ചുപറ്റാൻ ഇവർക്ക് ഉറപ്പായിട്ടും സാധിക്കും. അതുപോലെ തന്നെ ചില ഉറച്ച തീരുമാനങ്ങളിലൂടെ അല്ലെങ്കിൽ സ്വന്തമായിട്ട് നിങ്ങളുടെ സ്വന്തം ഉള്ളിലുള്ള ചില തത്വങ്ങളിലൂടെ ആയിരിക്കും ഇവർ ഈ 15 വയസ്സ് വരെയുള്ള കാലഘട്ടം പൂർത്തിയാക്കുന്നത്. പറയാൻ കാരണം ഈ കൗമാരത്തിലേക്ക് നിങ്ങൾ കാലെടുത്ത് കുത്തുന്നത് ഒരു പൂർണ്ണ പുരുഷനെ പോലെ ആയിരിക്കും. ഇനി നമുക്ക് കാർത്തിക നക്ഷത്രക്കാരുടെ 15 വയസ്സ് മുതൽ, അതായത് കൗമാരം മുതൽ 20, 25, 30 എന്നീ കാലഘട്ടത്തിലൂടെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് സംഭവിക്കുക എന്നൊന്ന് നോക്കാം. 15 വയസ്സിന് ശേഷം വരുന്ന ചന്ദ്രദശയും അതിനെ തുടർന്ന് വരുന്ന ചൊവ്വാദശയും കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ ലക്ഷ്യബോധവും നിങ്ങളുടെ കരിയറിലെ ഉയർച്ചകളും കൊണ്ടുവരുന്ന ആ ഒരു സമയമാണ്. പ്രത്യേകിച്ചും 18 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള നിങ്ങളുടെ ആ കാലഘട്ടം വിദ്യാഭ്യാസത്തിൽ വലിയ വിജയങ്ങൾ നേടാനും ഉദ്യോഗം ഉറപ്പിക്കാനും സഹായിക്കുന്ന ഒരു സമയമാണ്. സർക്കാർ ജോലികൾ, ഡിഫൻസ്, പോലീസ്, അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഈ മാനേജ്മെൻറ്റ് ഫീൽഡ്, ഇനിയിപ്പോൾ അതല്ലെങ്കിൽ അഗ്രികൾച്ചർ, അതായത് കൃഷി, ബിസിനസ് എന്നിവയൊക്കെ ഈ പ്രായത്തിലാണ് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത നിങ്ങളുടെ മുൻപിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ അതിനെ തുടർന്ന് 22 വയസ്സിന് ശേഷം സ്വന്തം പ്രയത്നത്താൽ വരുമാനം കണ്ടെത്താൻ ഇവർക്ക് ഉറപ്പായിട്ടും സാധിക്കും. ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ പ്രായത്തിൽ ദേഷ്യം അല്പം കൂടുതലായിരിക്കുമെങ്കിലും മറ്റുള്ളവരെ സഹായിക്കാൻ യാതൊരു മടിയും ഇവർ കാണിക്കാറില്ല. അതുപോലെ തന്നെ ഈ പ്രണയബന്ധങ്ങൾ ഓൾറെഡി ഇവർക്ക് ഈ സമയത്ത് ഉണ്ടാകുമെങ്കിലും ഇവരുടെ കടുംപിടുത്തവും വിട്ടുവീഴ്ചയില്ലാത്ത ആ ഒരു സ്വഭാവവും കാരണം വലിയ തർക്കങ്ങളിലേക്കോ അല്ലെങ്കിൽ ഈ വലിയ ഈഗോ പ്രശ്നങ്ങളിലേക്കൊക്കെ ഈ പറഞ്ഞ ബന്ധം നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. എന്നാൽ 25 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള കാലയളവിലാണ് ഇവരുടെ കരിയറിന് വലിയൊരു സ്ഥിരത കൈവരുന്നത്. 26 വയസ്സിന് ശേഷമായിരിക്കും ഇവരുടെ വിവാഹപ്രായം തെളിഞ്ഞു വരുന്നത്. ഈ പങ്കാളിയെ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ ജാതക പൊരുത്തം വളരെ കൃത്യമായി നോക്കേണ്ടത് നിങ്ങളുടെ ദാമ്പത്യ വിജയത്തിന് ഏറ്റവും അനിവാര്യമാണ്. ഇനി നിങ്ങൾക്ക് 30 മുതൽ 50 വയസ്സ് വരെയുള്ള നിങ്ങളുടെ സഞ്ചാരഗതി നോക്കുമ്പോൾ ഇവിടെ ഉറപ്പായിട്ടും പറയാൻ സാധിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മധ്യവയസ്ക കാലഘട്ടമാണ് ഈ പറഞ്ഞ ആ ഒരു സമയം. അതായത് 30 വയസ്സിന് ശേഷം 35, 40, 45 ഈ വയസ്സുകളിലൂടെ സഞ്ചരിച്ച് 50 വയസ്സിൽ എത്തിച്ചേരുന്ന നിങ്ങൾ കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതം എങ്ങനെയുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കുമ്പോൾ അതിൽ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് 30 വയസ്സുകളുടെ മധ്യത്തിൽ, കൃത്യമായി പറഞ്ഞാൽ 35 വയസ്സ് മുതൽ 42 വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു പദവി അല്ലെങ്കിൽ ബിസിനസ്സിലോ ജോലിയിലോ വലിയൊരു ലീഡർഷിപ്പ് സ്ഥാനം നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. സ്വന്തമായൊരു ഭൂമി വാങ്ങാനോ വീട് പണിയാനോ ഉള്ള ആ ഒരു ഭാഗ്യം ഈ പ്രായത്തിലാണ് ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് കൈവരാൻ പോകുന്നത്. എന്നാൽ ഈ 42 വയസ്സ് മുതൽ 48 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ വരുന്ന നിങ്ങളുടെ രാഹുർദശയോ മറ്റ് ദോഷഫലങ്ങൾ ഉണ്ടെങ്കിൽ ചില കുടുംബപരമായ തർക്കങ്ങളോ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള മാനസിക വിഭ്രാന്തികളോ തീർച്ചയായിട്ടും ഉടലെടുക്കുന്നതാണ്. ഈ സമയം അന്യരെ അമിതമായിട്ട് നിങ്ങൾ വിശ്വസിച്ച് അവർക്ക് വേണ്ടിയിട്ട് വലിയ തുകകൾ ഇൻവെസ്റ്റ് ചെയ്യുകയോ ആർക്കെങ്കിലും നിങ്ങൾ ജാമ്യം നിൽക്കുകയോ ചെയ്താൽ ഈ പ്രായത്തിൽ വലിയ ബാധ്യതകളായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരുന്നത്.
കുടുംബത്തിൽ പങ്കാളിയുമായിട്ട് ചെറിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ ഈ സംസാരത്തിൽ വരുന്ന എന്തെങ്കിലുമൊക്കെ പ്രോബ്ലങ്ങളോ ഓൾറെഡി ഉണ്ടെങ്കിൽ പോലും അത് നിങ്ങൾ ഉറപ്പായിട്ടും പിന്നാലെ തീർത്തെടുക്കുന്നതായിരിക്കും. എന്നാൽ 45 വയസ്സിന് ശേഷം നിങ്ങളുടെ സാമ്പത്തിക നിലയിൽ വലിയൊരു ഭദ്രത കെട്ടിപ്പടുക്കാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സാധിക്കും. കുട്ടികളുടെ പഠനം, അവരുടെ അഭിവൃദ്ധി എന്നിവ നിങ്ങൾക്ക് മനസ്സ് കുളിർക്കെ കണ്ട് നല്ല സന്തോഷം തരുന്നൊരു കാലഘട്ടമായിരിക്കും ഈ പറഞ്ഞ 45 വയസ്സിന് ശേഷം 49 വയസ്സുകളുടെ അവസാന കാലഘട്ടത്തിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി അടുത്തത് പക്വതയുടെ കാലം, അതായത് 50 മുതൽ 70 വയസ്സ് വരെയുള്ള നിങ്ങളുടെ ആ ഒരു ജീവിതം. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുടെ പ്രായം 55, 60, 65, 70 എന്നീ കാലഘട്ടത്തിലൂടെ നിങ്ങൾ കടക്കുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റ് നക്ഷത്രങ്ങളിൽ പറയുന്നത് പോലെ തന്നെ ഇവിടെ ഈ കടക്കുകയാണെങ്കിൽ എന്ന് പറയാൻ കാരണം എല്ലാ കാർത്തിക നക്ഷത്രക്കാരും ഈ പറഞ്ഞ പോലെ 80 വയസ്സ് വരെ അല്ലെങ്കിൽ ഈ 100 വയസ്സ് വരെയോ അല്ലെങ്കിൽ ഒരു പൂർണ്ണ പുരുഷായുസ്സായിട്ടുള്ള 120 വയസ്സ് വരെയോ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പ് പറയാൻ സാധിക്കില്ല. ഈ പറഞ്ഞ പ്രായത്തിലേക്ക് കടക്കുന്നവരുടെ ഫലങ്ങളാണ് ഈ പറയുന്നത്. അങ്ങനെ വേണം ഈ ഫലപ്രവചനങ്ങളെ നിങ്ങൾ മൊത്തവും മനസ്സിലാക്കിയെടുക്കുവാൻ. അപ്പോൾ അങ്ങനെ അപ്രകാരം നോക്കുമ്പോൾ ഇത് നിങ്ങൾ കാർത്തിക നക്ഷത്രക്കാർക്കുള്ള വലിയൊരു ആശ്വാസത്തിൻ്റെയും സമൂഹത്തിൽ വലിയൊരു സൽപ്പേര് നേടുന്നതിൻ്റെയും ആ ഒരു കാലഘട്ടമാണ്. പറയാൻ കാരണം 55 വയസ്സിന് ശേഷം വരുന്ന വ്യാഴദശയുടെ അനുകൂല സമയങ്ങളിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് സമൂഹത്തിൽ വലിയൊരു ആദരവും അംഗീകാരവും നിങ്ങളെ തേടിയെത്തും. ഒട്ടുമിക്ക കാർത്തിക നക്ഷത്രക്കാരും ഈ പ്രായത്തിൽ മക്കൾക്ക് വേണ്ടി കടമകളെല്ലാം വീട്ടി സാമ്പത്തികമായി ഭദ്രമായ ഒരു നിലയിലായിരിക്കും എത്തി നിൽക്കുക. എന്നാൽ ഈ പ്രായത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിലാണ്. പറയാൻ കാരണം 60 വയസ്സിന് ശേഷം രക്തസമ്മർദ്ദം, ഹൃദയ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അസ്ഥി സംബന്ധമായിട്ടുള്ള കൃത്യമായ പരിശോധനകൾ നിങ്ങൾ നടത്താനും ഈ പ്രായത്തിൽ നിങ്ങൾ ബദ്ധശ്രദ്ധ പുലർത്തിയിരിക്കണം. അതുപോലെ തന്നെ മക്കളുടെ വിവാഹ കാര്യങ്ങൾ ഭംഗിയായി നടക്കും. കുടുംബത്തിൽ മുൻപ് കൈമോശം വന്നുപോയ ആ ഒരു യഥാർത്ഥ സമാധാനം ഉറപ്പായിട്ടും ഈ സമയം നിങ്ങൾക്ക് തിരികെ വരികയും ചെയ്യും. ഇനി അടുത്തത് നിങ്ങളുടെ വാർദ്ധക്യവും ആത്മീയതയും സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 70 വയസ്സ് മുതൽ 90 വയസ്സും അതിനു മുകളിലും ഈ കണക്ക് വെച്ചുകൊണ്ട് നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത്, അതായത് 75, 80, 85, 90 വയസ്സുകളിലൂടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ഒരു സായന്തന ദിശയിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ നിങ്ങൾ കാർത്തിക നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഭൗതികമായ ഒട്ടുമിക്ക എല്ലാ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിച്ച് മനസ്സ് പൂർണ്ണമായും ഈശ്വരചിന്തയിലേക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്കും തിരിയുന്ന ആ ഒരു ആത്മീയ കാലഘട്ടമാണ് എന്ന് തന്നെ തീർത്തും പറയാൻ സാധിക്കും. പ്രത്യേകിച്ചും ക്ഷേത്രകാര്യങ്ങളിൽ പങ്കാളിയാകാനും മറ്റുള്ളവർക്കൊരു നല്ല ആത്മീയ വഴികാട്ടിയാകാനും ഈ പ്രായത്തിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സാധിക്കും. കാരണം അത്രയധികം താല്പര്യം നിങ്ങൾക്ക് ഈ സമയത്ത് ഈ കാര്യങ്ങളിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അതുമാത്രവുമല്ല, നിങ്ങളുടെ ബാല്യകാലത്തോ കൗമാരക്കാലത്തോ യൗവനത്തിലോ നിങ്ങൾ നേരിട്ട ആ പ്രതിസന്ധികളെയും നിങ്ങൾ അതോടൊപ്പം ചെയ്ത കഠിനാധ്വാനത്തെയും കുറിച്ച് ഓർത്ത് നിങ്ങൾക്ക് സ്വയം നിങ്ങളെപ്പറ്റി ഒരു ആത്മാഭിമാനം ഉറപ്പായിട്ടും തോന്നും. ഈ അവസ്ഥയിൽ കാർത്തിക നക്ഷത്രക്കാർ പൊതുവെ ആരുടെയും മുന്നിൽ കൈനീട്ടാതെ സ്വന്തം തൻ്റെ ഇടത്തോടുകൂടിയും നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള പ്രതാപത്തോടെയും ഈ ഒരു വാർദ്ധക്യകാലം നിങ്ങൾ ഉറപ്പായിട്ടും കഴിച്ചു കൂട്ടും. അതിനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഉറപ്പായിട്ടും വന്നു ചേരും. അതുപോലെ തന്നെ കുടുംബാംഗങ്ങളുടെയും മക്കളുടെയും സ്നേഹവും പരിചരണവും നിങ്ങൾക്ക് ഈ സമയത്ത് ഉറപ്പായിട്ടും കൂട്ടിയിട്ടുണ്ടാകും. 1 വയസ്സ് മുതൽ 100 വയസ്സ് വരെയുള്ള നിങ്ങളുടെ ജീവിതം പരിശോധിച്ചാൽ കാർത്തിക നക്ഷത്രക്കാർ ജീവിതത്തിൻ്റെ ആദ്യകാലങ്ങളിൽ വലിയ നിയന്ത്രണങ്ങളിലൂടെയും കഠിന ശ്രമങ്ങളിലൂടെയും കടന്നു പോകുന്നവരാണ്. അങ്ങനെയാണെങ്കിലും ഈ മധ്യവയസ്സിലും വാർദ്ധക്യത്തിലും മറ്റുള്ളവർ നിങ്ങൾ ഉറപ്പായിട്ടും ബഹുമാനിക്കുന്ന രീതിയിൽ ഉന്നതമായിട്ട് ഉള്ള ആ ഒരു ജീവിത മൂല്യം നിങ്ങൾ കെട്ടിപ്പടുക്കുന്നവരുമായിരിക്കും. അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് നിങ്ങളുടെ വയസ്സുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്രായവുമായി ബന്ധപ്പെടുത്തി നമുക്ക് ഈ ജ്യോതിഷ ഫലപ്രവചനങ്ങളായിട്ട് ഇവിടെ പറയാൻ സാധിക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വർഷങ്ങളിൽ നിങ്ങൾ ചെയ്തിരിക്കേണ്ട ആ പ്രതിവിധികളെക്കുറിച്ച് ഒന്ന് ക്രോഡീകരിച്ച് പറയാം. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഇതിൽ ചെറിയ മാറ്റങ്ങൾ ഒക്കെ വരാം. എങ്കിൽ പോലും പൊതുവായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറാനും സൂര്യദോഷങ്ങളകന്ന് വലിയ ഐശ്വര്യം വരാനും ഞായറാഴ്ച ദിവസങ്ങളിൽ സൂര്യ നമസ്കാരം നടത്തുന്നത് അത്യുത്തമമായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ വീടിനടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തി അവിടെ ധാര വഴിപാട് കഴിപ്പിക്കുന്നത് അത്യുത്തമമായിരിക്കും. പറ്റുമെങ്കിൽ ഈ സമയങ്ങളിൽ
മൃത്യുഞ്ജയ ഹോമമോ അല്ലെങ്കിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ കഴിപ്പിക്കുന്നത് സകല ദോഷങ്ങളും നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ അതൊരു കാരണമായി തീരും. അതുപോലെ തന്നെ ശിവസഹസ്രനാമം വായിക്കുന്നതും അത്യുത്തമമായിരിക്കും. ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ വിശദീകരിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായിട്ട് എത്രത്തോളം ഒത്തുപോകുന്നുണ്ടെന്ന് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ നിങ്ങളത് രേഖപ്പെടുത്താൻ മറക്കരുത്. കാരണം അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റിവ്യൂ ആയിരിക്കും. അതായത് ഈ വീഡിയോയിലേക്ക് കടന്നു വരുന്ന പുതിയ സബ്സ്ക്രൈബർമാർക്ക് അത് ഗുണം ചെയ്യുന്നതായിരിക്കും. അതിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ രേഖപ്പെടുത്താൻ പറ്റിയില്ലെങ്കിലും പിന്നീട് എപ്പോഴെങ്കിലും രേഖപ്പെടുത്തിയാലും മതി. അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫ് ടൈം പ്രവചനങ്ങളായിട്ട് ഇവിടെ പറയാനുള്ളത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.